കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക് പിൻവലിക്കണം, അത് അവസാനിപ്പിക്കണം. ദൗർഭാഗ്യവശാൽ കേരള ഗവൺമെന്റോ മുഖ്യമന്ത്രിയോ ഇത് സംബന്ധിച്ച് ഇതുവരെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടില്ല. കടൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കാര്യത്തിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട 2 തവണ കേരളത്തിൽ വന്ന് അതോടൊപ്പം തന്നെ കേന്ദ്ര സെക്രട്ടറി തന്നെ വന്ന് ചർച്ച നടത്തി. ആ സന്ദർഭങ്ങളിലൊന്നും വ്യക്തമായ നിലപാട് കേരളം അറിയിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശക്തമായ എതിർപ്പ് ഈ കാര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജനങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് ഈ കടൽ ഖനനം പരിപൂർണമായും ഒഴിവാക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. ഞാനൊരു തീരദേശത്തെ MLA കൂടിയാണ്. ഇപ്പോൾ കടലിൽ പോയാൽ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം പോലും കിട്ടാത്ത അവസ്ഥയുണ്ട്. ഇനി കടൽ ഖനനം ഉണ്ടായാൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ പരിപൂർണമായ പട്ടിണിയിലേക്കായിരിക്കും എത്തിച്ചേരാൻ പോകുന്നത്. അതുകൊണ്ട് പല രാജ്യങ്ങളിലും കടൽ ഖനനത്തിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. കേരളം ഇതിന് പറ്റിയൊരു സ്ഥലമല്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് മനസ്സിലാക്കണം. മത്സ്യത്തൊഴിലാളികളെ കൊല്ലാക്കൊല ചെയ്യാൻ പോകുന്ന ഒരു നടപടിയോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. കേരള ഗവൺമെൻറ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കടൽ ഖനനം വേണ്ട എന്ന നിലപാടെടുക്കണം. വ്യവസായ മന്ത്രി ആളുകളെ കബളിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. വളരെ മാതൃകാപരമായൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. ലഹരി കേരളത്തിൽ ഒരു അർബുദം പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ മകൻ അതിനകത്ത് പെട്ടപ്പോൾ അദ്ദേഹം മകനെ വിളിച്ചുപദേശിച്ച് അങ്ങനൊരു നടപടിയിലേക്ക് ഇനിയും പോകരുത് എന്ന് പറഞ്ഞ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അഭിനന്ദനത്തിന് അർഹനാണ്. തീർച്ചയായും നമ്മളെല്ലാ മാതാപിതാക്കളും നമ്മുടെ കുട്ടികളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. ലഹരി ഇന്ന് കേരളത്തെ പുതിയ തലമുറയെ ഇതിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ ഒരു നടപടിയും ലഹരി ഒരു അർബുദം പോലെ ബാധിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. ഈ ലഹരി വിമുക്തമാക്കാനുള്ള ഒരു നടപടിയും പ്രസ്താവന കൊണ്ട് കാര്യം. ശക്തമായ നടപടികളിലൂടെ കടലിലും ആകാശത്തും കരയിലും നടക്കുന്ന ഈ ലഹരി വ്യാപനത്തെ തടയാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. AICC വിളിച്ച മീറ്റിംഗാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ പതിവായി AICC ഇങ്ങനെ യോഗം വിളിക്കാറുണ്ട്. അത് മാത്രമാണ്. പതിവ് യോഗമാണ് എന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത്. ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് പതിവ് യോഗമാണ്. നേതൃമാറ്റം സംബന്ധിച്ച ചോദ്യങ്ങളോട് ഉത്തരം നൽകാതെ പെട്ടെന്ന് തന്നെ മുഖം തിരിച്ച് രമേശ് ചെന്നിത്തല പോവുകയും ചെയ്തു. അദ്ദേഹം ഡൽഹിയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും മണൽ ഖനനവുമായി ബന്ധപ്പെട്ട രൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെ ഉയർത്തുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇതുവരെ കേന്ദ്രത്തിനെതിരെ പ്രതികരിക്കാത്തത് എന്നാണ് രമേശ് ചെന്നിത്തല അവിടെ ചോദിച്ചത്. ഡൽഹിയിലാണ് അദ്ദേഹം ഉള്ളത്.